ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇന്നൊരു സ്വർഗസ്നാപിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുന്നത് മിനിച്ചേച്ചിയുടെ കുടുംബത്തിന് വേണ്ടിയും മിനിച്ചേച്ചിയുടെ മക്കൾക്ക്, അതായത് വിവാഹം കഴിച്ച മക്കൾക്ക് മക്കളുണ്ടാകാനായിട്ട് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ മക്കളില്ലാത്ത ദമ്പതികൾക്ക് എല്ലാവർക്കും വേണ്ടി ഈശോയുടെ വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഈ സ്വർഗസ്നാപിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 27-ാം തിരുവചനം. എന്നാൽ ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ നിന്റെ അധരങ്ങൾ തുറക്കപ്പെടും, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് നീ അപ്പോൾ അവരോട് പറയണം. കേൾക്കുവാൻ കേൾക്കട്ടെ, കേൾക്കാൻ മനസ്സില്ലാത്തവൻ കേൾക്കാതിരിക്കട്ടെ. അവർ ധിക്കാരികളുടെ ഭവനമാണ്. ഹല്ലേലൂയ. വചനം പറയാണ്, ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ നിന്റെ അധരങ്ങൾ തുറക്കപ്പെടും. എസെക്കിയേൽ പ്രവാചകനെ ദൈവം തൻ്റെ ദൗത്യം ഏൽപ്പിച്ചുകൊണ്ട് അയക്കുന്ന വചനഭാഗമാണ് നമ്മൾ കേൾക്കുന്നത്, അല്ലേ? ഈ 3-ാമത്തെ അധ്യായത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. 7 ദിവസം കഴിയുമ്പോൾ പ്രവാചകന് അരുളപ്പാട് കിട്ടുന്നതും ഇസ്രായേൽ ജനത്തിനോട് പറയാനൊക്കെ. അപ്പം നമ്മൾ കർത്താവിൻ്റെ ആത്മാവ് നിറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അതാണ് ഈശോ ഞാൻ നിന്നോട് സംസാരിക്കും. അപ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കാനായിട്ട്, ആത്മാവിൽ പ്രചോദിതരായ ഒരു ജീവിതം നയിക്കാനായിട്ട് ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴോ അല്ലെങ്കിൽ കുടുംബത്തിലോ ഏതെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടെങ്കിൽ ഈ നിമിഷങ്ങളിൽ കർത്താവ് എന്നോട് സംസാരിക്കണമേ എന്നുള്ളൊരു കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. കർത്താവേ, ഈ നിമിഷങ്ങളിൽ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ തക്കവിധം ആത്മാവിൻ്റെ കൃപ കൊണ്ട് എല്ലാവരെയും നിറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരന്റെ നാമത്തിൽ ആമേൻ.